നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. വിമതരുടെ നിയന്ത്രണത്തിലുള്ള നഗരത്തിൽ രാസായുധ പ്രയോഗമുണ്ടായതിനു പിന്നാലെ സിറിയയിൽ അമേരിക്കൻ സൈനിക നടപടി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേരിട്ടുള്ള ഉത്തരവ് പ്രകാരമാണ് നടപടി. കനത്ത ആക്രമണമാണ് അമേരിക്ക സിറിയയിൽ നടത്തുന്നത്. സിറിയയിൽ അമേരിക്ക 50ഓളം മിസൈലുകൾ വർഷിച്ചതായി പെന്റഗൺ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. അസദ് സർക്കാരിനെതിരെ അമേരിക്കയുടെ നേരിട്ടുള്ള ആക്രമണം ഇത് ആദ്യമാണ്. സിറിയയിലെ ഷായറത്ത് വ്യോമതാവളത്തിന് നേരെയാണ് അമേരിക്കയുടെ ആദ്യ ആക്രമണമുണ്ടായത്. ഇന്ത്യൻ സമയം പുലർച്ചെ 4ഓടെയായിരുന്നു ആക്രമണം. ചൊവ്വാഴ്ച സിറിയയിലെ വിമത നഗരമായ ഖാൻ ഷൈഖൂനിലുണ്ടായ രാസായുധ പ്രയോഗത്തിൽ 80ഓളം പേർ കൊല്ലപ്പെട്ടിരുന്നു. സിറിയൻ സർക്കാരിന്റെയോ അവരെ പിന്തുണയ്ക്കുന്ന റഷ്യൻ സേനയുടെയോ വിമാനങ്ങളാണ് ആക്രമണം നടത്തിയതെന്നാണ് വിവരം. സംഭവത്തെ തുടർന്ന് മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയെയും സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദിനെയും വിമർശിച്ച് ട്രംപ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. സിറിയയിലെ ബഷർ അൽ അസദ് ഭരണകൂടത്തിന്റെ നീചമായ നടപടിക്ക് കാരണം അമേരിക്കയിലെ മുൻ സർക്കാരിന്റെ കഴിവുകേടും നിശ്ചയദാർഢ്യമില്ലായ്മയുമാണെന്ന് ട്രംപ് പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തിയിരുന്നു. സിറിയയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരപരാധികൾ കൊല്ലപ്പെടാൻ ഇടയാക്കിയ സംഭവം ആക്ഷേപാർഹവും സംസ്കാരമുള്ള ലോകത്തിന് അവഗണിക്കാൻ കഴിയാത്തതുമാണ്. അമേരിക്കയിലെ മുൻ ഭരണകൂടത്തിന്റെ കഴിവുകേടാണ് ഇതിലേക്ക് നയിച്ചത്. ട്രംപിന്റെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു. ഇതിനു പിന്നാലെയാണ് അസദ് സർക്കാരിനെതിരെ ട്രംപ് സൈനിക നടപടി ആരംഭിച്ചത്. റഷ്യയുടെ കടുത്ത എതിർപ്പിനിടെയായിരുന്നു അമേരിക്കയുടെ നീക്കം. സിറിയൻ ഭരണകൂടത്തിന് നൽകുന്ന പിന്തുണ പുനഃപരിശോധിക്കണമെന്ന് റഷ്യയോട് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ. കൂടുതൽ അന്താരാഷ്ട്ര വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.